വെറും 5% ബിറ്റ്കോയിൻ മാത്രമാണ് ഇനി പുതിയതായിട്ട് ഉണ്ടാവാൻ ബാക്കിയുള്ളത്. ബാക്കി 95% ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. പക്ഷേ ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. ഈ ബാക്കിയുള്ള 5% ബിറ്റ്കോയിൻ നമുക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത 114 വർഷങ്ങൾ കൊണ്ടാണ്. അതായത് ബിറ്റ്കോയിൻ്റെ മേജർ സപ്ലൈ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് എക്സ്ട്രീംലി സ്ലോ ആയി മാത്രമാണ് നമ്മുടെ സപ്ലൈ ആയിട്ട് വരാൻ പോകുന്നത്. ഇനി ഒരു ചോദ്യം, ഇത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? അത് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബിറ്റ്കോയിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് മൈനിങ് എന്ന പ്രോസസ്സിലൂടെയാണ്. ബിറ്റ്കോയിൻ എല്ലാം കൂടെ 21 മില്യൺ ബിറ്റ്കോയിൻ മാത്രമേ നമുക്ക് എവർ അവൈലബിൾ ആകാൻ പോകുന്നുള്ളൂ. അതായത് നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ബിറ്റ്കോയിനും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും 21 മില്യണിന് മുകളിൽ പോകാൻ പോകുന്നില്ല. എന്നാൽ അതിൽ 20 മില്യൺ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ മൈൻ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് വെറും 1 മില്യൺ മാത്രമാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബിറ്റ്കോയിൻ തുടങ്ങിയ കാലത്ത്, അതായത് 2009 ഓരോ മിനിറ്റിലും 5 ബിറ്റ്കോയിൻ വീതമായിരുന്നു മൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. 2012 ആയപ്പോൾ, അതായത് 4 വർഷം കൊണ്ട് തന്നെ 10 മില്യൺ ബിറ്റ്കോയിൻ മൈൻ ചെയ്യപ്പെട്ടു. ഈ മൈൻ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കലി അവൈലബിൾ ആയി എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 2012 ആയപ്പോൾ ആ മൈൻ ചെയ്യുന്ന സ്പീഡ് ഹാഫ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 4 വർഷം മൈൻ ചെയ്തത് വെറും 5 മില്യൺ ബിറ്റ്കോയിൻ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 2016 ആയപ്പോഴത്തേക്ക് 15 മില്യൺ ബിറ്റ്കോയിൻ മൈൻ ചെയ്ത് പബ്ലിക്കലി അവൈലബിൾ ആയി. അങ്ങനെ ഓരോ 4 വർഷത്തിലും ഈ മൈൻ ചെയ്യുന്ന നമ്പർ കുറഞ്ഞുകൊണ്ട് വന്ന്, അതായത് ഹാഫ് ആയിക്കൊണ്ട് വന്നിട്ട് ഇന്ന് ഏകദേശം 3 മിനിറ്റ് എടുക്കും ഒരു ബിറ്റ്കോയിൻ മൈൻ ചെയ്യപ്പെടാൻ. ഇനി ഒരു അപ്രോക്സിമേറ്റ് കണക്ക് ഞാൻ പറഞ്ഞാൽ 2060 ഒക്കെ ആകുമ്പോഴേക്കും അര ബിറ്റ്കോയിൻ മൈൻ ചെയ്യാൻ തന്നെ 16 മണിക്കൂറിനടുപ്പിച്ച് വേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്ന ബിറ്റ്കോയിനിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2140 ഈ പറയുന്ന 21 മില്യൺ ബിറ്റ്കോയിനും മൈൻ ചെയ്ത് തീരുന്നത്. അതല്ലെങ്കിൽ ഈ 21 മില്യൺ ബിറ്റ്കോയിനും നമുക്ക് അവൈലബിൾ ആകാൻ പോകുന്നത്. നമുക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ പോലും 2140 ആവുമ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ബാക്കി 1 മില്യൺ ബിറ്റ്കോയിൻ മാർക്കറ്റിൽ വരാൻ പോകുന്നത് അടുത്ത 100-ൽ കൂടുതൽ വർഷങ്ങൾ കൊണ്ടാണ് എന്ന്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റും ഒരു റേസ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് നമുക്ക് അറിയാം. പലപ്പോഴും നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇത് വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ട്. ഞാൻ മുന്നേയും സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ കമ്പനി, അതായത് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാത്രം 7 ലക്ഷത്തിന് മുകളിൽ ബിറ്റ്കോയിൻ ഇപ്പം തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർ ഡെയിലി ഇത് വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുകയുമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്ന് ഒരു ബിറ്റ്കോയിൻ മൈൻ ചെയ്യപ്പെടാനായിട്ട് 3 മിനിറ്റോളം എടുക്കും എന്ന്. അപ്പോൾ ഒരു ഫുൾ ഡേ കൊണ്ട് ഏകദേശം 480 ബിറ്റ്കോയിൻ മാത്രമാണ് ഇന്ന് മൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 മാർച്ചിലെ ആദ്യത്തെ ആഴ്ച തന്നെ സ്ട്രാറ്റജി മാത്രം വാങ്ങിക്കൂട്ടിയത് 18,000 ബിറ്റ്കോയിൻ ആണ്. ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന കമ്പനിയുടെ ഓണറായിട്ടുള്ള മൈക്കിൾ സെയിലർ തന്നെ ട്വീറ്റ് ചെയ്തതാണ് ഈ കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളൊന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക് നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ 3360 മാത്രമാണ്. അപ്പോഴാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാത്രം ഒരാഴ്ച കൊണ്ട് 18,000 ബിറ്റ്കോയിൻ വാങ്ങി കൂട്ടിയത്. സിംപിളി പറഞ്ഞാൽ ഉണ്ടാവുന്ന ബിറ്റ്കോയിൻ്റെ പല മടങ്ങാണ് ഓരോ ദിവസവും ഓരോ ആളുകളും, വലിയ ബില്യണേഴ്സും വലിയ കമ്പനികളും വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിൽ പലരും ഇങ്ങനെ ഇരിക്കുന്നത് പോലെ വില കുറയുമ്പോൾ വാങ്ങാമെന്നൊന്നും പറഞ്ഞ് ഇവരാരും വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇവർക്കെല്ലാം അറിയാം എക്സ്ട്രീംലി സ്കേഴ്സ് ആവാൻ പോകുന്ന ബിറ്റ്കോയിൻ ഇപ്പോൾ എത്ര പ്രൈസിൽ വാങ്ങിയാലും അത് ഭാവിയിൽ ചീപ്പായിരിക്കും എന്നുള്ള കാര്യം. എന്താണ് ബിറ്റ്കോയിൻ? നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിറ്റ്കോയിനെ പറ്റിയുള്ള ഈ വീഡിയോ ഞാൻ ബിറ്റ്കോയിനെ പറ്റി ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ അല്ല. എന്താണ് ബിറ്റ്കോയിൻ? എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ ഇപ്പോഴും ചീപ്പാകുന്നത്? ബിറ്റ്കോയിൻ നമുക്ക് എങ്ങനെ വാങ്ങാം? എന്തുകൊണ്ട് 0.1 ബിറ്റ്കോയിൻ പോലും നമ്മുടെ ജീവിതം മാറ്റും എന്നൊക്കെയുള്ള പല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണണമെങ്കിൽ ക്രിപ്റ്റോ ഫോർ ഓൾ എന്ന് പറയുന്ന ഈ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതിയാവും. ബിറ്റ്കോയിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.